ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഏതായാലും ബഡ്ജറ്റിനെ കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ഒരു എക്കണോമിസ്റ്റ് അല്ല. ഒപ്പം തന്നെ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ ഒരു ധനതത്വശാസ്ത്രത്തിൽ ഡിഗ്രി എടുത്തവരൊന്നുമല്ല. സാധാരണക്കാർക്ക് എന്താണ് ഈ ബഡ്ജറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് നമ്മൾ വളരെ എളുപ്പത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ് ഈ ബഡ്ജറ്റിൽ പ്രധാനമായും നിഴലിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ചിലരുടെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ള ഒരു അനാലിസിസാണ്. ഇവിടെ പ്രത്യേകമായൊരു കാര്യം കൂടി നമ്മൾ ഇന്ന് അനാലിസിസിന് വിധേയമാക്കുന്നുണ്ട്. കേരളം പറയുന്നു, കേരളത്തെ അവഗണിച്ചു. കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായി BJPക്ക് ഒരു MBA കിട്ടിയിട്ട് പോലും ഒരു പ്രയോജനമില്ല എന്ന് പറയും. ഇതിലൊക്കെ വല്ല യാഥാർത്ഥ്യമുണ്ടോ എന്ന് നമ്മൾ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ആലോചിക്കുകയാണ്. ഇത്തവണത്തെ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ ആചാരം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ തവണയും ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ന് വരെ വലിയ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പലതും ഇന്നും നടപ്പാകാതെ പൊടി പിടിച്ചിരിക്കുന്നു. മുമ്പ് നമുക്ക് ബഡ്ജറ്റിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന വാഗ്ദാനങ്ങളൊന്ന് റെയിൽവേയും കൂടുതൽ ട്രെയിനുകളുമൊക്കെ ആയിരുന്നു. ബാക്കിയുള്ള വാഗ്ദാനങ്ങളിൽ നിന്ന് പക്ഷേ ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ തിരഞ്ഞെടുപ്പിന് പോകുന്നതിന് തൊട്ട് മുൻപ് അവരൊരു ഇടക്കാല ബഡ്ജറ്റ് പാസ്സാക്കിയിരുന്നു. ഏതാണ്ട് ഒരു 5-6 മാസം മാത്രമേ അത് ആയിട്ടുള്ളൂ അത് പാസ്സാക്കിയിട്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് സമ്പൂർണ്ണ ബഡ്ജറ്റിലേക്ക് അവരെത്തുന്നവർ മൂന്നാമത് അധികാരത്തിലെത്തിയതിന് ശേഷം എത്തുന്നു. ഇവരുടെ എല്ലാ വർഷത്തെയും ബഡ്ജറ്റിൻ്റെ ഒരു രീതി പരിശോധിച്ച് കഴിഞ്ഞാൽ 2014 എന്താണോ തുടങ്ങി വെച്ചിരിക്കുന്നത് അതിൻ്റെ അപ്ഡേഷനാണ് ഓരോ ബഡ്ജറ്റിലും ഉണ്ടാകുന്നത്. അതുകൂടാതെ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വലിയ പ്രഖ്യാപനം ഒരു മാസം മുമ്പ് ഈ കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്തു. അത് മറ്റൊന്നുമല്ല, 70 വയസ്സ് കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി 5 ലക്ഷം രൂപ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി. ഏതാണ്ട് 70 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ 12,000 കോടി രൂപയാണ് വർഷാവർഷം നമ്മളുടെ സർക്കാരിന് ചിലവാക്കേണ്ടി വരുന്ന തുക. ഏതായാലും അത്തരമൊരു പ്രഖ്യാപനം ഒരു മാസം മുമ്പേ നടത്തിയിരുന്നു. അതുകൊണ്ട് ഏറെക്കുറെ പറഞ്ഞ കാര്യങ്ങൾ ഒരു അപ്ഡേഷൻ മാത്രമാണ് ഇതിൽ നടന്നത് എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ശ്രദ്ധേയമാണ്, ബീഹാറിനും ആന്ധ്രയ്ക്കും വലിയ രീതിയിൽ പാക്കേജുകൾ നൽകി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സഹായം നൽകിയെന്നാണ് വിമർശകർ പ്രധാനമായി പറയുന്നത്. ശരിക്കും ആന്ധ്രാപ്രദേശിനും ബീഹാറിനും എല്ലാ അവകാശങ്ങളുമുണ്ട് പ്രത്യേക പാക്കേജിന്. ഇത് കോൺഗ്രസ്സുകാർക്ക് അറിയാൻ പാടില്ല എന്നിട്ടില്ല, കോൺഗ്രസ് ഇരുന്ന സമയത്ത് അവർക്ക് നൽകിയ ഉറപ്പാണിത്. കാരണം ആന്ധ്രാപ്രദേശ് വെട്ടിമുറിച്ച് തെലുങ്കാനയും ആന്ധ്രയും ആക്കിയിരുന്നപ്പോൾ അന്ന് ആന്ധ്രാപ്രദേശിന് പുതിയൊരു തലസ്ഥാനവും അവരുടെ അനുബന്ധ ചെലവിനുമായിട്ട് ഒരു വലിയ തുക ഏതാണ്ട് 60,000 കോടി രൂപ അന്ന് നൽകാം എന്ന ഒരു ഉറപ്പ് നൽകും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഒരു വലിയ സംസ്ഥാനം രണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം, അതായത് ഒരു സംസ്ഥാനത്തെ വെട്ടിമുറിക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് അത് ഒന്നായിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ വെട്ടിമുറിക്കപ്പെടുന്ന ഭാഗത്തായിരിക്കാം ആ സംസ്ഥാനത്തിന് കൂടുതൽ ഇൻകം ഉണ്ടാവുക. ചിലപ്പോൾ ഈ നിലങ്ങളുണ്ടാകാം, അത് ഖനികളുണ്ടാകാം, ഇല്ല എന്നുണ്ടെങ്കിൽ കൃഷിയിടങ്ങളുണ്ടാകാം, ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽസ് ഏരിയ ഉണ്ടാകാം. അങ്ങനെ നോക്കുമ്പോൾ അത് പ്രത്യേകം ഒരു സംസ്ഥാനമായി മാറുമ്പോൾ സ്വാഭാവികമായി ഈ വെട്ടിമുറിക്കപ്പെട്ട സംസ്ഥാനം നഷ്ടത്തിലേക്ക് പോകും. ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് സാമ്പത്തിക പാക്കേജ് കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശ് തെലുങ്കാനയുമായി വിഭജിച്ച് പോയതിനു ശേഷം അവരുടെ തലസ്ഥാനം തന്നെ അവർക്കില്ലായിരുന്നു. ആന്ധ്രാപ്രദേശിന് ആ തലസ്ഥാനത്തിൻ്റെ കാലാവധി ഹൈദരാബാദായിരുന്നു 2 കൂട്ടരും തലസ്ഥാനമായി ഉപയോഗിച്ചിട്ടുണ്ട്. ആ തലസ്ഥാനം ഇപ്പോൾ നിലവിലില്ല, കാരണം അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അമരാവതിയിൽ ഒരു തലസ്ഥാനം നിർമ്മിക്കുക, ഇത് കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഇനി നാളെ CPM ഭരിച്ചാലും ഇത് നൽകേണ്ട ഒരു തുക തന്നെയാണ്. ഏതായാലും അമരാവതിയിൽ തലസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് അനുവദിച്ചു. അതുകൂടാതെ അനവധി വികസന പ്രവർത്തനങ്ങളും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച് സെയിം കാര്യം തന്നെയാണ്. ബീഹാർ മുറിച്ചുകൊണ്ടാണ് ജാർഖണ്ഡ് രൂപീകരിക്കുന്നത്. ജാർഖണ്ഡ് ബീഹാറിൽ നിന്ന് വിട്ടുപോയപ്പോൾ തന്നെ ബീഹാറിൻ്റെ ഒരു വലിയ ഇൻകം തന്നെ ഇല്ലാതായി. കാരണം ജാർഖണ്ഡിൽ ഏറ്റവും കൂടുതലുള്ളത് ഖനികളാണ്. ആ ഖനികളിൽ നിന്നുള്ള വരുമാനം ബീഹാറിന് ഇല്ലാതായി. അപ്പോൾ സ്വാഭാവികമായും വെട്ടിമുറിക്കപ്പെടുമ്പോൾ ഈ ഒരു തുക ബീഹാറിന് കൊടുക്കേണ്ടതാണ്. വളരെ സിമ്പിൾ ലോജിക്കായി പറഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൻ്റെ ഓഹരി നമ്മൾ വീതം വെക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും തുല്യമായി തന്നെയാണ് വീതം വെച്ചു എങ്കിൽ പോലും ചില വീതത്തിനകത്ത് കൂടുതൽ തെങ്ങും മാവും ഒക്കെ കാണും. സ്വാഭാവികമായും അപ്പോൾ ആ വീതം മറ്റുള്ളവർക്ക് ഒരു ചെറിയ ഒരു തുക നമ്മളൊരു ആശ്വാസമായി കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവർക്ക് ലഭിക്കേണ്ട തുകയുടെ പകുതി പോലും നൽകിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എംപിമാരൊക്കെ കേന്ദ്രത്തെ വിമർശിക്കുന്നുണ്ട് എങ്കിൽ പോലും ദേശീയ തലത്തിൽ കോൺഗ്രസിന് വിമർശിക്കാൻ കഴിയില്ല. കാരണം അവർ നൽകിയ ഉറപ്പുകളാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോൾ
ഇപ്പോൾ കോൺഗ്രസും ലാലുവിൻ്റെ പാർട്ടിയുമൊക്കെ എങ്ങനെയും നിയമസഭയിൽ കയറിപ്പറ്റാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന വികസനം ശരിയല്ല, ഇല്ലെങ്കിൽ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അവർക്ക് മുന്നേറാൻ കഴിയില്ല, ഇല്ലെങ്കിൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് ഒന്നും പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ബീഹാറിൻ്റെ ഒരു ആവശ്യത്തിൻ്റെ ഒരു ചെറിയ പരിധി നൽകാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത. ആന്ധ്രാപ്രദേശിലും സമാനമായ രീതി തന്നെയാണ്. ആന്ധ്രാപ്രദേശിലും ഇപ്പോൾ കോൺഗ്രസിനായാലും YSR കോൺഗ്രസിനായാലും വിമർശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം അമരാവതി ഉൾപ്പെടെ ഉള്ളിടത്ത് തലസ്ഥാനം വരുന്നതിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുമായി അവിടെ പണം അനുവദിച്ചു. കാരണം അവർക്ക് അർഹതപ്പെട്ട പണം തന്നെയാണ്. അതാണ് ദേശീയ തലത്തിൽ നമുക്ക് നോക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഈ നമ്മളുടെ വിപണികൾ, നമ്മുടെ രാജ്യത്തിൻ്റെ വിപണി ഡെഡായി കിടക്കുകയാണ്. ആ വിപണിയെ ചലിപ്പിക്കുന്ന ഒരു ടെക്നിക്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബഡ്ജറ്റ് പരിശോധിച്ചാൽ മനസ്സിലാകും. ഈ ചെറുകിട കച്ചവടക്കാർക്ക്, അതായത് നമ്മുടെ തള്ളുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്നവർ, വഴിയോര കച്ചവടം ചെയ്യുന്നവർ, അതുപോലെ തന്നെ കാർഷിക അനുബന്ധ വ്യവസായം ചെയ്യുന്നവർ, കാർഷിക അനുബന്ധം എന്ന് പറയുമ്പോൾ ഈ വളം നിർമ്മിക്കുന്നവർ, പമ്പ് സെറ്റ് വർക്ക് ചെയ്യിക്കുന്ന ചെറിയ യൂണിറ്റുകൾ, ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള പാക്കേജുകൾ, സാമ്പത്തിക സഹായങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ഈ ടാക്സിൻ്റെ ചില ഇളവുകൾ ഒക്കെ നൽകിക്കൊണ്ട്, കാരണം ഈ എപ്പോഴും നമ്മുടെ വിപണി, നമുക്ക് കാഴ്ചയിൽ കാണുന്ന വിപണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മറ്റും കാണുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന വിപണിയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ നമ്മുടെ ടൗണിലേക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ ആ ഒരു ചന്തയുടെ ഭാഗത്തേക്കൊക്കെ പോയാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചലനമില്ലാതെ കിടക്കുന്നൊരു വിപണിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പാക്കേജും ഇളവുകളും മറ്റും നൽകുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റും. അതായത് താഴെ തട്ടിൽ ഒരു വലിയ ചലനം വിപണിയെ ചലിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ബഡ്ജറ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് താഴെ തട്ടിലുള്ള വിപണി ചലിക്കുകയും അതിൻ്റെ ഒരു ഉത്തേജനം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എല്ലാവരിലേക്കും എത്തുകയും ചെയ്യും. കാരണം പണം എന്ന് പറയുന്ന സാധനം പോക്കറ്റ് വെച്ചിരുന്നാൽ അത് ഒന്നും തന്നെ നടക്കില്ല. അതൊരു വെറും ഒരു കടലാസിൻ്റെ വില മാത്രമാണ് എന്നുള്ളത്. അത് വിപണിയിലേക്ക് എത്തിക്കണം, ഇല്ലെങ്കിൽ എത്തണം. ആ പണം പലയിടത്തായി സർക്കുലേറ്റ് ചെയ്യപ്പെടണം. എപ്പോഴാണ് ആ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ആ ഒരു രീതികൾ മുൻപോട്ട് പോകുന്നത്. കാരണം സർക്കാരിനായാലും ഈ നികുതി കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകണം. ജനങ്ങളുടെ പണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളുമൊക്കെ മുൻപോട്ട് പോകണം. ഒരു കച്ചവട സ്ഥാപനം എന്ന് വെച്ചാൽ അതിനകത്ത് ബന്ധപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഒരു പച്ചക്കറി കടയാണെന്നുണ്ടെങ്കിൽ ആ പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട്, ആ പച്ചക്കറി കൃഷിക്ക് മരുന്ന് നൽകുന്നവരുണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ടേഷനുണ്ട്, ലോഡ് ഇറക്കുന്നവരുണ്ട്, ലോഡ് കയറ്റുന്നവരുണ്ട്, ഈ ആ കടകളിലുള്ള ജീവനക്കാർ, അങ്ങനെ ഒരുപാട് പേര്. ഒരു സമൂഹത്തിൻ്റെ ഒരു ചലനം തന്നെ അങ്ങനെയാണ്. പലതരം ബിസിനസ്സുകൾ അത് ഉയർത്താനാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ നിർമ്മലാ സീതാരാമൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ ഡെഡായിട്ടുള്ള വിപണിയെ പെട്ടെന്നൊന്ന് ചലിപ്പിച്ചെടുക്കാൻ. കാരണം ഇനിയിപ്പോൾ നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന ഉത്സവ സീസണുകളാണ്. ഏതാണ്ട് ഓഗസ്റ്റ് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഓണം വരുന്നു, മറ്റുള്ള സംസ്ഥാന ദസറ, പൊങ്കൽ തൊട്ട് ദീപാവലി വരെ നിവർന്ന് നീണ്ടു കിടക്കുന്ന ഒരു വലിയ ഉത്സവകാലം വരുന്നു. അതിനു മുമ്പ് വിപണിയെ ചലിപ്പിച്ചെടുക്കാനുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റ് പ്രധാനമായി കാണുന്നത്. ഇനി കേരളത്തിൻ്റെ ആവലാതിക്ക് വല്ല അർത്ഥവുമുണ്ടോ എന്നുള്ളതാണ് കേരളം പറഞ്ഞത്. സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു MP കേരളത്തിൽ നിന്ന് ജയിച്ചു പോയി മന്ത്രിയായിട്ട് പോലും കേരളത്തിൻ്റെ പേര് പോലും പരാമർശിച്ചില്ല. നമുക്കറിയാം, ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളും പ്രപ്പോസൽ, അവരുടെ ആവശ്യമടങ്ങിയ ഒരു വ്യക്തമായ ഒരു പിക്ചർ, ഒരു പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കാറുണ്ട്. തങ്ങൾക്ക് ഇന്ന പണം, ഇത്ര രൂപ വേണം, അത് ഇന്ന കാര്യങ്ങൾക്കാണ് ആ പണം, ഇന്ന കാര്യങ്ങൾക്ക് എന്ത് ചിലവാകും എന്ന് വിശദമായൊരു പ്രപ്പോസലാണ് കൊടുക്കാറുള്ളത്. കേരളം കൊടുത്ത പ്രപ്പോസൽ എന്താണ് നമ്മൾ കേട്ട് കഴിയുമ്പോഴറിയാം കേരളത്തെ മൈൻഡ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്. കേരളം കൊടുത്ത പ്രപ്പോസൽ വിഴിഞ്ഞം പദ്ധതിയുടെ അനുബന്ധമായി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പണം നൽകണം എന്നാണ്. വിഴിഞ്ഞം പദ്ധതി ഓൾറെഡി അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതിന് അനുബന്ധമായിട്ട് കൂടുതൽ പണം ചെലവഴിക്കാനുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തി കഴിഞ്ഞു. അപ്പോൾ അതിന് പണം വേണമെന്നാണ് പറഞ്ഞത്. കാരണം ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് പിന്നീട് എങ്ങനെ പണം, അതിന് കൃത്യമായൊരു പ്രൊജക്റ്റ് കൊടുക്കാനും സംസ്ഥാനത്തിന് പറ്റിയിട്ടില്ല. രണ്ടാമത് കേരളം വെച്ചൊരു പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിൽവർ ലൈനാണ്. ഒരിക്കലും നടക്കാത്തൊരു പദ്ധതി. എന്തായാലും അതിനെക്കുറിച്ച് പരാമർശിക്കുകയോ അതിന് സഹായം ചെയ്യുകയോ ചെയ്യില്ല. മൂന്നാമത് കേരളം മുൻപോട്ട് വെച്ചത് തങ്ങൾക്ക് പലതരത്തിൽ, അതായത് സുപ്രീം കോടതിയിലൊക്കെ തള്ളിയ ചില കണക്കുകളും കാര്യങ്ങളുമൊക്കെയാണ് മുൻപോട്ട് വെച്ചത്. അല്ല പ്രത്യേകിച്ച് പ്രപ്പോസൽസ് ഒന്നും വെച്ചിട്ടില്ല. ഇനി എയിംസിൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നതെങ്കിൽ എയിംസ് ഈ കേന്ദ്ര സർക്കാർ മുൻപ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിരുന്നതാണ്. കാരണം എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഇത് പരാമർശിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ തത്വത്തിൽ ഈ എയിംസ് അംഗീകരിച്ചത് തന്നെ. അതായത് ഒരു സ്ഥലം ഏറ്റെടുക്കാതെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം കാണിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ അറിയാനും കഴിയുന്നത് കോഴിക്കോട് ഒരു 150 ഏക്കർ സ്ഥലം കാണിച്ചിട്ട് ഇവിടെ എയിംസ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആണ് കേന്ദ്ര സർക്കാർ. അതിൻ്റെ എയിംസ് ഹോസ്പിറ്റലിൽ വരുന്നതിന് ഒരു നിശ്ചിത അളവ് സ്ഥലം ആവശ്യമാണ്, അതിനുള്ള ഫെസിലിറ്റി ആവശ്യം. ഇതൊന്നും കൊടുക്കാതെ എയിംസ് പ്രഖ്യാപിച്ചില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം
സ്ഥലമില്ല, പ്രപ്പോസലില്ല, ഒന്നുമില്ല. എയിംസ് എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത്? കാരണം ഒരു സ്ഥലവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് കൃത്യമായ ബഡ്ജറ്റിൽ ആ തുക വകയിരുത്തി മുൻപോട്ട് പോകാൻ കഴിയും. ഇത് തന്നെയാണ് മുൻപ് നമുക്ക് ഈ പാലക്കാട് റെയിൽവേയുമായി അനുബന്ധിച്ചിട്ടുള്ള കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ നമ്മുടെ റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ്. നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് നൽകുകയോ ഇല്ല സ്ഥലം ചൂണ്ടിക്കാണിക്കാനില്ലാതെയോ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിൽ പറയുന്ന അത് റെയിൽവേ വികസിപ്പിച്ചില്ല, നമ്മൾ പറയുമ്പോൾ ഒരു ലോജിക്ക് ഉണ്ടാകണം. എയിംസ് എന്തായാലും എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹതപ്പെട്ടാണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടും. ഏതാണ്ട് കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചിലതൊഴിച്ചും കേരളം ഒഴിച്ചു ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം എയിംസ് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് കേരളത്തിന് എയിംസ് വരുന്നില്ല എന്ന് ചോദിച്ചാൽ BJP സർക്കാർ കൊടുക്കാത്തതല്ല പ്രശ്നം. നമുക്കൊരു സ്ഥലം കാണിച്ചു കൊടുക്കാനോ അതിന് കൃത്യമായി തന്നെ മുൻപോട്ട് പോകാനോ കഴിയുന്നില്ല. ആകെ ഇപ്പോൾ അവസാനം പറഞ്ഞു കേൾക്കുന്നത് കോഴിക്കോടുള്ള സ്ഥലമാണ്. പക്ഷേ അത് 150 ഏക്കർ മാത്രമാണ് ഉള്ളത് എന്നാണ് അറിയുന്നത്. പക്ഷേ അത്രയും ഏക്കർ സ്ഥലത്ത് എയിംസ് സാധാരണഗതിയിൽ വരില്ല. നമുക്കറിയാം ദേശീയപാത ഈ രാജ്യത്ത് എല്ലായിടത്തും 60 മീറ്റർ വീതിയിലാണ് അത് വന്നപ്പോൾ കേരളത്തിൽ അത് കോൺഗ്രസ് ഒരു പ്രത്യേക പ്രമേയം പാസ്സായി. അതിനെക്കുറിച്ചൊരു തമാശ തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ഒരിക്കൽ മൻമോഹൻ സിംഗ് ഒരു നിവേദനം വായിച്ച് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടേക്ക് എത്തിയ സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനോട് ചോദിച്ചു, എന്താണ് താങ്കൾ ചിരിക്കുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ലോകത്ത് എല്ലാ രാജ്യത്തെയും വിവിധ പ്രവിശ്യകളും സംസ്ഥാനങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് കൂടുതൽ വേണം എന്നാണ്. പക്ഷേ 60 മീറ്റർ വീതിയിൽ ദേശീയപാത വികസനത്തിനായി എല്ലാ സംസ്ഥാനങ്ങളും മുന്നിട്ടിറങ്ങുകയും നമ്മൾ അവർക്ക് വേണ്ടി അത് സഹായം ചെയ്യുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് 30 മീറ്റർ മതി വീതിയിൽ, 60 മീറ്റർ വേണ്ട എന്ന്. അതാണ് നമ്മുടെ കേരളം. ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് ദേശീയപാത തന്നെ 45 മീറ്ററിലാണ് വികസിപ്പിക്കുന്നത് എന്നുള്ള ഒരു വൈരുദ്ധ്യം കൂടിയുണ്ട്. അവിടെയാണ് കേരളത്തെ പരിഗണിച്ചില്ല എന്ന് പറയും. ഏതിലാണ് കേരളത്തെ പരിഗണിക്കാത്തത് എന്നുകൂടി വ്യക്തമാക്കാൻ ഈ പറയുന്നവർക്ക് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. അതായത് നേരെ പ്രപ്പോസൽ കൊടുത്തില്ല, ഉള്ള പദ്ധതികളും നടക്കാത്ത പദ്ധതികളും പ്രപ്പോസൽ കൊടുത്തിട്ട് അതും ആരും മൈൻഡ് ചെയ്യുന്ന കാര്യമേ ഇല്ല. ഏതായാലും എയിംസ് കേരളത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അതിന് കൃത്യമായ ഒരു സ്ഥലവും കാര്യങ്ങളും അവർക്ക് പ്രപ്പോസലായി കൊടുക്കാമെങ്കിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കോഴിക്കോട് ഇവർ ഈ പറയുന്ന സ്ഥലത്ത് ഇത് നടക്കില്ല എന്നുള്ള കാര്യം അവർക്കും അറിയാം, സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ഓളത്തിനങ്ങ് നൽകി എന്നത് മാത്രമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു ബഡ്ജറ്റ് വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലായിരുന്നു, എന്നാൽ വലിയ ഒരു രീതിയിലുള്ള ബഡ്ജറ്റാണെന്ന് ഇതിനെ പറയാനും കഴിയില്ല. ഏതായാലും താഴെത്തട്ടിലെ വിപണി ചലിപ്പിക്കാൻ ഈ ബഡ്ജറ്റിന് കഴിയും. ഒപ്പം തന്നെ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ കൊടുക്കേണ്ട തുകയുടെ ഒരു ഭാഗം കൊടുത്തു. സ്വാഭാവികമായി അവരുടെ ഘടകകക്ഷിയാണ്, ഇവരെ പിണക്കി BJPക്ക് മുമ്പോട്ട് പോകാനും കഴിയില്ല. സ്വാഭാവികമായി അവരവരുടെ അടിത്തറ ഒന്ന് ഉറപ്പിച്ച് നിർത്തി. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ വലിയ വിമർശനങ്ങൾ നേരിടാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നല്ല പ്രപ്പോസലും കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ എയിംസ് എങ്കിലും നമുക്ക് ലഭിക്കുമായിരിക്കും. ഇത് തന്നെയാണ് സിനിമ പോയിൻ്റ്. നന്ദി, നമസ്കാരം.